ആക്ച്വലി ഈ ഒരു വീഡിയോ ചെയ്യാൻ ഇൻസ്പിറേഷൻ ആയത് ഒരു സുഹൃത്ത് നമ്മളോട് ചോദിച്ചൊരു കാര്യമാണ്. DSLR ക്യാമറ കൊണ്ട് ലൈവ് സ്ട്രീമിംഗ് ചെയ്യാൻ പറ്റുമോ, അതിനെന്തൊക്കെ എക്യുപ്മെൻറ്റ്സ് ആണ് വേണ്ടത് എന്നാണ്. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്നുകൊണ്ടാണ് ഞാൻ പറയണത്. ഞാൻ DSLR ക്യാമറ ലൈവ് സ്ട്രീമിംഗ് ചെയ്തിട്ടുണ്ട്, വീഡിയോ ക്യാംകോഡർ വെച്ച് ലൈവ് ചെയ്തിട്ടുണ്ട്, വെബ് ക്യാമുകൾ ഉപയോഗിച്ച് ലൈവ് ചെയ്തിട്ടുണ്ട്. ഒബ്വിയസ്ലി DSLR ക്യാമറകൾ ലൈവ് സ്ട്രീമിങ്ങിന് പറ്റുന്നതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ അത് നല്ലതല്ല എന്നുള്ളതാണ്. കാരണം DSLR ക്യാമറ ലൈവ് ചെയ്യുകയാണെങ്കിൽ അറിയാലോ, ലൈവ് സ്ട്രീമിംഗ് എന്ന് പറയുന്നത് നമുക്കൊരു 30 മിനിറ്റ്സ് അല്ലെങ്കിൽ 40 മിനിറ്റ്സ് ലെങ്ത് വരുന്ന ഒരു പ്രോഗ്രാമാണ്. ഇത്രയും സമയം നമ്മുടെ DSLR ക്യാമറ ഓൺ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സെൻസറിനെ നല്ലതുപോലെ ബാധിക്കും. 1-2 ദിവസം അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല. കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു പ്രോസസ്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സെൻസറിനെ ബാധിക്കും. ഒരു ക്യാമറയുടെ ഒരു മെയിൻ പോർഷൻ എന്ന് പറയുന്നത് സെൻസർ തന്നെയാണ്. അങ്ങനെ ബാധിച്ചു കഴിഞ്ഞാൽ സെൻസറിൻ്റെ ലൈഫ് കുറയുകയും ക്യാമറ കംപ്ലൈൻ്റ് ആകുകയും ചെയ്യും. അത് ഒരു മെയിൻ ഫാക്റ്റ് ആണെന്നുണ്ടെങ്കിൽ പോലും DSLR ക്യാമറകളിൽ നിന്ന് ലൈവ് ചെയ്യുന്നതിന് നമുക്ക് എക്സ്റ്റേണൽ ആയിട്ട് ഒരു ഡിവൈസ് ആവശ്യമാണ്. എൻ്റെ കയ്യിൽ ആ ഒരു ഡിവൈസ് ഉണ്ട്. ഇതിൻ്റെ പേര് Blackmagic Intensity Shuttle എന്നാണ്. അറിയാലോ, DSLR ക്യാമറകളിൽ നിന്ന് നമുക്ക് HDMI ഔട്ട് ഈ ഒരു ഡിവൈസിലേക്ക് കണക്ട് ചെയ്യുക. ഈ ഒരു ഡിവൈസിൽ നിന്നിട്ടാണ് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യുന്നത്. കമ്പ്യൂട്ടറും ഈ ഡിവൈസും തമ്മിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ DSLR ക്യാമറയിൽ നിന്ന് HDMI ഔട്ട് Blackmagic ഇൻറ്റൻസിറ്റിയിലേക്ക് വരുന്നു. ഇതിൽ നിന്നാണ് നമുക്ക് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു ഡിവൈസിൻ്റെ പ്രത്യേകത, ഒരുപക്ഷെ എഡിറ്റിംഗ് ചെയ്യുന്ന സുഹൃത്തുക്കളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർ ചെയ്യുന്ന വിഷ്വൽസിനെ ലൈവായിട്ട് ഒരു TV-യിൽ കാണാനൊക്കെ നമുക്ക് ഡിവൈസ് ഉപയോഗിക്കാവുന്നതാണ്. അതിനുള്ള ഉപകരണത്തിൻ്റെ പേരാണ് Blackmagic Intensity Shuttle. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, DSLR ക്യാമറകളിൽ നിന്ന് എപ്പോഴും ഒന്നെങ്കിൽ ഡിസ്പ്ലേ ഔട്ടുകളായിരിക്കും, അല്ലെങ്കിൽ അത്രയ്ക്ക് ഹൈ എൻഡ് ക്യാമറകളായിരിക്കും. ഉദാഹരണത്തിന് Canon 5D Mark IV അതുപോലെയുള്ള ക്യാമറകളിൽ നിന്ന് ഓഡിയോ ഔട്ട് വരും. ഒരു മിനിമൽ ക്യാമറകളിൽ നിന്ന് എപ്പോഴും അതിൻ്റെ ഡിസ്പ്ലേ ഔട്ടുകൾ മാത്രമായിരിക്കും വരുന്നത്. ഈ ഒരു ഡിവൈസിലൂടെ കണക്ട് ചെയ്ത് വിട്ടാൽ പോലും ഡിസ്പ്ലേ മാത്രമായിരിക്കും നമുക്ക് കാണുന്നത്, ഓഡിയോ ഉണ്ടാകില്ല. ഓഡിയോക്ക് വേണ്ടി നമ്മൾ സെപ്പറേറ്റ് ഒരു മൈക്ക് കണക്ട് ചെയ്യുക വേണം. ഒന്ന് നോക്കിയേ, ഭയങ്കര എക്സ്പെൻസ് ആയ ഒരു മെത്തേഡ് തന്നെയാണ് DSLR ക്യാമറ ഉപയോഗിച്ച് ലൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. ഒബ്വിയസ്ലി ഞാൻ സാധാരണ കേസിൽ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ വരുമ്പോൾ നമ്മുടെ ക്ലയൻസിനോടൊക്കെ തന്നെ റിക്വയർമെൻറ്റ് ചെയ്യുമ്പോൾ തന്നെ ഞാൻ ചെയ്യാറുള്ളൊരു സൊല്യൂഷൻ ലോജിടെക്കിൻ്റെ ഒരു വെബ് ക്യാമറ തന്നെയാണ് അതിന് ഏറ്റവും ബെറ്റർ. കാരണം ഇതിന് അറൗണ്ട് 17,000 രൂപ വില വരും. അതുമാത്രമല്ല, കണ്ടിന്യൂസ്ലി ലൈവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്യാമറയുടെ ലൈഫിനെ ബാധിക്കും. ആ ഒരു സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഡിവൈസാണ് ലോജിടെക്കിൻ്റെ ഈ ഒരു ക്യാമറ. ഈ ഒരു ക്യാമറ USB ആണ്. USB വഴി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതാണോ സോഫ്റ്റ്വെയർ, ഒരുപക്ഷെ വയർകാസ്റ്റ് ആകാം അല്ലെങ്കിൽ OBS ആകാം, അതിലെല്ലാം ഡയറക്റ്റ് നമുക്ക് എടുക്കുകയും ചെയ്യും. ഒബ്വിയസ്ലി അങ്ങനെ തന്നെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കാം. ഇനി വേറെ പ്രധാനപ്പെട്ട കാര്യം, ലൈവ് സ്ട്രീമിങ്ങിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള പോർഷൻ ഓഡിയോ ആണ്. ഡെഫിനറ്റ്ലി ഓഡിയോയും ആവശ്യമായ സമയത്ത് നിങ്ങൾക്ക് റോഡിൻ്റെ ഈ ഒരു മൈക്കും ഉപയോഗിച്ച് ലൈവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ DSLR ക്യാമറകൾ ലൈവ് സ്ട്രീമിങ്ങിന് പറ്റിയതല്ല എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. 1-2 ലൈവ് ചെയ്യുന്നതുകൊണ്ടും കുഴപ്പമില്ല. ഞാൻ ആലോചിക്കുന്നുണ്ട്, ഇതുപോലെയുള്ള ക്വസ്റ്റ്യനുകൾ നമ്മുടെ പല സുഹൃത്തുക്കളും ഒരു ടെക്നിക്കലി ചോദിക്കുന്ന പല ക്വസ്റ്റ്യൻസിനെ ഒരു വീഡിയോയാക്കി മാറ്റിയാലോ എന്നുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ, ആദ്യമായിട്ട് വീഡിയോ കാണുന്ന സുഹൃത്താണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യുക. എങ്കിലാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് ഇമെയിൽ നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. പുതിയ അറിവുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.